യെസ്, ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്ക്വയർ ഐഡന്റിറ്റീസിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരുന്നോ? വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്യാൻ പോവാണ്. ഈ ചിത്രത്തില് എം എന്ന് പറയുന്നത് മധ്യബിന്ദുവാണ് എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എം എന്താണ്? മധ്യബിന്ദുവാണ്. എ ബിന്റെ മധ്യബിന്ദു. എ ബി 6 സെന്റിമീറ്റർ ആണെങ്കിൽ എ എം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആയിരിക്കും. എം ബി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എം മധ്യബിന്ദുവാണ്. അങ്ങനെയാണെങ്കിൽ എ എം സി ഡിയും എം ബി സി ഡിയും പാരലലോഗ്രാം ആണോ എന്നുള്ളതാണ് നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം. അതായത് എ എം സി ഡി എം ബി സി ഡി എന്നീ ചതുർഭുജങ്ങൾ സാമാന്തരികമാണോ, എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഇവിടെ തന്നിട്ടുണ്ട് എ ബിക്ക് പാരലാണ് സി ഡി. എ ബിയും സി ഡിയും സമാന്തരമാണ്. അത് മാത്രമല്ല, എ ബിയും സി ഡിയും സമാന്തരമാണെങ്കിൽ നമുക്ക് പറയാം എ എമ്മും സി ഡിയും എ ബിന്റെ ഒരു ഭാഗമാണ് എ എം. എ എം ഈസ് പാരലൽ ടു സി ഡി. ഓക്കെ, ഇനി എ എമ്മിന്റെ നീളം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എം മധ്യബിന്ദു ആയതുകൊണ്ട് 6ന്റെ പകുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ, വിച്ച് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ ആണ് ആരും സി ഡിയും അല്ലേ. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എ എമ്മും സി ഡിയും പാരലലുമാണ്, ഈക്വലുമാണ്. എ എമ്മും സി ഡിയും പാരലലുമാണ്, ഈക്വലുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ എം ഈസ് parallel to CD and AM is equal to CD അല്ലേ. ഇത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എ എം സി ഡിക്ക് പാരലൽ ആണ്, എ എം സി ഡിക്ക് ഈക്വലും ആണ്. ഇത് രണ്ടും ആയതുകൊണ്ട് നമുക്ക് പറയാം therefore AMCD is a parallelogram. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആണെങ്കിൽ അതെന്താണ്? പാരലലോഗ്രാം ആണ്. AMCD ഒരു സാമാന്തരികമാണ്. എ എം സി ഡി എന്ന് പറയുന്നത് ഒരു സാമാന്തരികമാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് തെളിയിക്കാം. ഇതേപോലെ നിങ്ങൾക്കറിയാം എ എം പാരലൽ ആണെങ്കിൽ ബി എമ്മും പാരലൽ ടു സി ഡി ആണ്. ബി എം ഈസ് ഈക്വൽ ടു സി ഡി. ബി എം എന്ന് പറയുന്നത് സി ഡിക്ക് ഈക്വലുമാണ് അല്ലെ. ബി എമ്മിന്റെ നീളം നോക്ക്, 3 സെന്റിമീറ്റർ ആണ്. ബി എമ്മിന്റെ നീളം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6ന്റെ പകുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാടാ? 3 സെന്റിമീറ്റർ ആണ് ബി എം. ആ ബി എം എന്ന് പറയുന്ന ലൈന് നോക്കിക്കോ. ബി എം എന്ന് പറയുന്ന ലൈന് എ ബിന്റെ ഒരു ഭാഗമാണ്. എ ബി സി ഡിക്ക് സമാന്തരമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി എമ്മും സി ഡിക്ക് സമാന്തരമാണ്. ബി എം സി ഡിക്ക് ഈക്വൽ ആണ്. അപ്പൊ ബി എം സി ഡി എന്താണ്? therefore ബി എം സി ഡി ഈസ് എ പാരലലോഗ്രാം. ബി എം സി ഡി ഒരു സാമാന്തരികമാണ്. ബി എം സി ഡി എന്ന് പറയുന്ന ഒരു സാമാന്തരികമാണ്. അങ്ങനെയാണെങ്കിൽ സാമാന്തരികത്തിന്റെ ആംഗിൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെയുള്ള 3 ത്രികോണത്തിലെയും ആംഗിളുകളാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ മക്കൾ ആലോചിച്ച് നോക്ക്, ഈ ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കാരണം പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അതിന്റെ പേര് അങ്ങോട്ട് എഴുതുക. ഏതാ ആംഗിള്? ആംഗിൾ എം ഡി സി. എഴുതിക്കോ, ആംഗിൾ എം ഡി സി. ആംഗിൾ എം ഡി സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഈ ആംഗിൾ 60 ഡിഗ്രി. ഇതുപോലെ ഓരോന്നിന്റെ പേരെടുത്ത് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. ചെയ്തു നോക്കാം. പിടിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇത് 60 ഡിഗ്രി. ഇനി എ എം സി ഡി എന്ന് പറയുന്ന പാരലലോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് 40 ആയതുകൊണ്ട് ഇതും 40. അങ്ങനെയാണെങ്കിൽ 60 40 വന്നാൽ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി. ശരിയല്ലേ? മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. പാരലലോഗ്രാമിന്റെ ഒരാംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ഈ ആംഗിൾ ഉണ്ടല്ലോ, അതിന്റെ അളവ് എത്രയാ? നിങ്ങൾക്കറിയാം, പാരലലോഗ്രാമിന്റെ ഈ പാരലലോഗ്രാം മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. എന്നാൽ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് വരാം.
ഈ ഒരു പാരലലോഗ്രാമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സാമാന്തരികത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 60 ആണ്. 60നോട് എത്ര കൂട്ടിയാലാടാ 150 കിട്ടുക? 60നോട് 150 കിട്ടണമെങ്കിൽ 120 കിട്ടണം, ശരിയല്ലേ? സോ ഈ ആംഗിൾ 120 ആണ്. 120 വരണമെങ്കിൽ 80നോട് എത്ര കൂട്ടണം? 80നോട് നിങ്ങൾ കൂട്ടേണ്ടത് 40 ആണ്. അപ്പോഴല്ലേ കൂട്ടിയ 120. നോക്കി നോക്ക്, അടുത്തുള്ള ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 വരണം. ഈ ആംഗിളും ഇതും കൂടെ കൂട്ടിയാൽ 180 വരണമെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കണം? 40 ഡിഗ്രി, ശരിയല്ലേ? ഇത് 60-40 ആണെങ്കിൽ 60-40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കൾ പറ? ഇത് 80 ഡിഗ്രി, ശരിയല്ലേ? ഈ ആംഗിള് 80 ഡിഗ്രി. ഓക്കെ ആണോ? ഇനി ഇതേ ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 40 ഡിഗ്രി. 40 ഡിഗ്രി 40നോട് എത്ര കൂട്ടില്ല 180 ആവുക? 40നോട് മക്കൾ നോക്കിക്കോ, 40നോട് നിങ്ങൾ എത്ര കൂട്ടണം? ഇവിടെ ആലോചിച്ച് നോക്ക്, ഈ ആംഗിൾ 80, 80ഉം 40ഉം 120. 120നോട് 180 കിട്ടണമെങ്കിൽ 60 കൂട്ടണം, ശരിയല്ലേ? 60. അപ്പൊ ഇത് 60 ആണെങ്കിൽ എന്റെ മക്കൾ നോക്കിക്കോ, എല്ലാരും ശ്രദ്ധിച്ചേ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 40നോട് എത്ര കൂട്ടിയല്ല 180. 40ഉം 60ഉം 100 80ഉം കൂടെ ഇവിടെ വരണം. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി. സെറ്റാണോ ആ ഐഡിയ? സർ, ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകും. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. നമുക്ക് ആകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗം ഈ 40 സാർ എങ്ങനെ കിട്ടിയെന്നുള്ളതായിരിക്കും. എനിക്കറിയാം എന്തുകൊണ്ടാ. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇവിടെ എങ്ങനെ ഒരു പാരലലോഗ്രാം ഉണ്ടെങ്കിൽ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. ആ ഐഡിയ നിങ്ങൾ ഓർത്ത് വെക്കണം. സെറ്റ്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം ശ്രദ്ധിച്ചേ. ഒരു സമപഞ്ചഭുജത്തിന്റെ, അതായത് എല്ലാ വശവും എല്ലാ കോണുകളും തുല്യമായിട്ടുള്ള പെന്റഗൺ, സമപഞ്ചഭുജം. ഓക്കെ, അതിന്റെ എല്ലാ സൈഡും ഇങ്ങനെ നീട്ടിയിട്ട് നമ്മൾ എന്ത് വരച്ചു? ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിന്റെ ഇടതുവശത്തെ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾക്കും വലതുവശത്തെ ചെറിയ ത്രികോണങ്ങൾക്ക് വശങ്ങൾക്കും ഒരേ നീളമാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ട്രയാങ്കിളിന്റെ വശങ്ങളുടെ നീളത്തെ കുറിച്ചാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഈ കാണുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സിന് സെയിം നീളമാണെന്ന് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ പോവാണ്. എല്ലാരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെയുള്ള പെന്റഗന്റെ എല്ലാ ആംഗിളും സെയിം ആണ്, എല്ലാ സൈഡും സെയിം ആണ്. ഇത് ഞാൻ പേര് കൊടുക്കുകയാണ് ABCDE. ഓക്കെ, ഇവിടെ എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ AB എന്ന് പറയുന്നത് DEക്ക് തുല്യമാണ്. ഓക്കെ ആണോ? ABയും DEയും തുല്യമാണ്. സെറ്റാണോ? ഇതിനകത്തുള്ള എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിട്ടുള്ള ഈക്വൽ ആംഗിൾസ്, ഈക്വൽ സൈഡ്സ്. പെന്റഗന്റെ ആംഗിൾസും സൈഡ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ റെഗുലർ പെന്റഗണാണ്, സമപഞ്ചഭുജം. അപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ ആംഗിളും ഞാൻ എക്സ് ആണെന്ന് എടുത്തു. ഇത് എത്രയാണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് എക്സ് ആണെന്ന് എടുത്തു. ഓക്കെ, ഇതിനുള്ളിലുള്ള എല്ലാ ആംഗിളും എക്സ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ പറ, ആംഗിൾ let all inner angles of the pentagon be x. ഓക്കെ, ഇതിനുള്ളിലുള്ള എല്ലാ ആംഗിളും എക്സ് ആയാൽ എല്ലാ അകക്കോണുകളും എക്സ് ആയാൽ അതെല്ലാം എക്സ് ആണെന്ന് ഞാൻ അങ്ങ് എടുത്തു. ഓക്കെ, ഇവിടെ ഒരു സൈഡ് ഈക്വൽ എന്ന് തന്നിട്ടുള്ളൂ. രണ്ട് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് വീതം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയടാ? നമുക്ക് തെളിയിക്കേണ്ടത് ASA അനുസരിച്ചിട്ടാണ്, അല്ലെ? വേറൊരു സൈഡും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ASA ക്രൈറ്റീരിയ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നോക്കിക്കോ, ഇവിടെ ആംഗിൾ, ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ്, മക്കളെ ശ്രദ്ധിച്ചോ. P, ഇതിന് Q. ഓക്കെ, ആംഗിൾ PBA എന്ന് പറയുന്നതും ആംഗിൾ PBA എന്ന് പറയുന്നത്, നോക്ക്, ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 - x. ആംഗിൾ നോക്കിക്കേ, QDE
QDE is equal to 180 minus x. ശരിയല്ലേ? ഇത് x ആണെങ്കിൽ ലീനിയർ പെയറിന്റെ ഐഡിയ വെച്ചിട്ട് ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും, നോ ഡൗട്ട്. അതേപോലെ അടുത്ത ആംഗിൾ ഇതാ എടുത്ത് എഴുതുകയാണ്. ശ്രദ്ധിച്ചോ, ആംഗിൾ PAB is equal to ആംഗിൾ QED that is equal to 180 minus x അല്ലേ? എന്തുകൊണ്ട്? ഇപ്പുറത്തുള്ള ആംഗിൾ എക്സ് ആയതുകൊണ്ട് ഇപ്പുറത്തുള്ള ആംഗിൾ എന്ത് വരും? 180 മൈനസ് എക്സ്. ഇപ്പുറത്തും 180 മൈനസ് എക്സ്. അങ്ങനെ ആംഗിൾസ് സെയിം ആണ്. ഒരു സൈഡിന്റെ അറ്റത്തുള്ള രണ്ട് ആംഗിൾസും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫോർ ട്രയാങ്കിൾ PAB is equal to ട്രയാങ്കിൾ QED. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇതില് PA എന്ന് പറയുന്നത് DQന് ഈക്വൽ ആണ്. PA എന്ന് പറയുന്നത് DQന് ഈക്വൽ ആണ്, അഥവാ QDക്ക് ഈക്വൽ ആണ്. ശരിയല്ലേ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലെ? ത്രികോണങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അതിന്റെ വശങ്ങൾ തുല്യമാണ്. ഇനി നമ്മളോട് ചിത്രത്തെ വലിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾക്ക് ഒരേ നീളമാണോ? നോക്ക്, ഈ നീളങ്ങൾ സെയിം ആണ്. അതേപോലെ BC is equal to അല്ലെങ്കിൽ CB is equal to PB is equal to QD. PA അല്ല PB is equal to QD. അതേസമയം CB is equal to CD. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും പെന്റഗണ്ട സൈഡ്സ് ആണ്, അത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആയതുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, CBയും അതേസമയം PBയും കൂടെ കൂട്ടിയാലും QDയും അതേസമയം CDയും ഇത് രണ്ടും കൂടെ കൂട്ടുന്നു. നമുക്ക് CB PB ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്താവും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ PB CB കൂട്ടിക്കഴിഞ്ഞാൽ PC അല്ലെങ്കിൽ CP that is equal to CP is equal to CQ. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് എൻ്റെ മക്കളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ ട്രയാങ്കിളിനകത്ത് ABC സർക്കിളിലുള്ള പോയിന്റ് ആണ്. O എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. നിങ്ങളോട് ചോദിക്കുകയാണ് ABക്കും ACക്കും ഒരേ നീളമാണോ എന്നുള്ളതാണ് ചോദ്യം. ABക്കും ACക്കും ഒരേ നീളമാണോ? AOB എന്ന് പറയുന്ന ആംഗിളും AOC എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണെന്ന് എൻ്റെ മക്കളെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. നമ്മളിതാ സിമ്പിളായിട്ട് പഠിക്കും. ഈ ചിത്രത്തിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യം. മക്കളെ നോക്കിക്കേ, ഈ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾ എടുത്തേ. ഈ ആംഗിൾ എക്സ് ആണ്, ഈ ആംഗിളും എക്സ് ആണ്. ഓക്കെ, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ ഏതൊക്കെയാ? ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ AOC. ത്രികോണം AOBയിലും ത്രികോണം AOCയിലും ഈ രണ്ട് ത്രികോണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് എന്ത് കാണാം? ശ്രദ്ധിച്ചേ, OA എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്. OA എന്ന് പറയുന്ന സൈഡ് രണ്ട് ത്രികോണത്തിലും കോമൺ ആണ്. കോമൺ സൈഡ് ശരിയല്ലേ? കോമൺ സൈഡ് അഥവാ പൊതുവായ വശം ശരിയല്ലേ? കോമൺ സൈഡാണ്. ഇനി എൻ്റെ മക്കൾ നോക്ക്, ഇവിടെ OB എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാരണം അത് റേഡിയസിന്റെ പ്ലൂരൽ, രണ്ടും ആരങ്ങളാണ്. റേഡിയൈ അഥവാ ആരങ്ങൾ ശരിയല്ലേ? ഇപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഇതിന്റെ നടുവിലുള്ള ആംഗിൾ കൂടെ ഈക്വൽ ആയാൽ ആംഗിൾ AOB is equal to ആംഗിൾ AOC തന്നിട്ടുണ്ട്. ഇത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ ഗിവൺ ആണ്. ഓക്കെ, അങ്ങനെ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതും ഈക്വൽ. അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? SAS അനുസരിച്ച് യൂസിങ് SAS അനുസരിച്ച്
ട്രയാങ്കിൾ AOB is equal to ട്രയാങ്കിൾ AOC. ഇവിടെ നോക്ക് എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് AB. Therefore AB എന്ന് പറയുന്ന സൈഡ് എന്തിന് ഈക്വൽ ആണ്? AC തുല്യമാണ്. AB എന്ന് പറയുന്ന സൈഡ് AC തുല്യമാണ്. അടുത്ത ചോദ്യം എന്താ? നീളമാണോ? ഇത്രയുള്ള ചോദ്യം, സിമ്പിൾ, കഴിഞ്ഞു. അപ്പോൾ ഒരേ നീളമാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ എന്താക്കി? രണ്ട് ത്രികോണങ്ങളും ആ നീളങ്ങൾ ഭാഗമായിട്ടുള്ള രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് നമ്മൾ അങ്ങ് തെളിയിച്ചു. ഈ ട്രയാങ്കിളും ഇപ്പുറത്തുള്ള ഈ ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് വേണ്ടി ആര് തെളിയിച്ചു? ഞാൻ തെളിയിച്ചു. ഇത് നിങ്ങൾ എക്സാമിന് സിമ്പിളായിട്ട് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി നോൺ ഐസോസിലസ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ with one angle not equal isosceles triangles? അതായത് തുല്യമല്ലാത്ത എത്ര സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും? ഒരു ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കണം, അതേസമയം ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, ഒരു സൈഡ് 8 സെന്റിമീറ്റർ. എങ്ങനെയൊക്കെ വരയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഈക്വൽ അല്ലാത്ത സൈഡ് നിങ്ങൾക്ക് 8 സെന്റിമീറ്റർ എടുക്കാം. ഈക്വൽ അല്ലാത്ത സൈഡ് 8 സെന്റിമീറ്റർ ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകൾ 70 ഡിഗ്രി. ഒരു ആംഗിൾ 70 ഡിഗ്രി എന്ന് പറയുന്നില്ലേ, അത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ, തുല്യമായിട്ടുള്ള കോണുകൾ 70 ഡിഗ്രി വരുന്ന രീതിയിൽ വരയ്ക്കാം. വരയ്ക്കാൻ പറ്റുമോ? പറ്റും. എല്ലാവരും ശ്രദ്ധിച്ചു. എഴുപത് ഡിഗ്രി വരുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. 70 വരുന്നത് വരയ്ക്കാം. ഓക്കെ, ഈക്വൽ അല്ലാത്ത സൈഡാണ് ഇവിടെ 8 സെന്റിമീറ്റർ. ഓക്കെ ആണോ? ഈക്വൽ അല്ലാത്ത സൈഡ് 8 സെന്റിമീറ്റർ. ഇനി വീണ്ടും ഈക്വൽ അല്ലാത്ത സൈഡ് 8 സെന്റിമീറ്റർ തന്നെ. ആ സൈഡിനെ ഞാൻ മാറ്റുന്നില്ല. ഈക്വൽ അല്ലാത്ത ആംഗിള് മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചേ. ഈക്വൽ അല്ലാത്ത ആംഗിള് നിങ്ങളോട് പറയാണ് 70 ഡിഗ്രി. ഈ ആംഗിൾ 70 ഡിഗ്രി. ഓക്കെ, ഈ സൈഡ് 8 സെന്റിമീറ്റർ. ഈക്വൽ അല്ലാത്ത സൈഡ് 8 സെന്റിമീറ്റർ. അപ്പൊ നോക്കിക്കോ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഇത് 70 ആണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആണ്. അത് എത്രയായിരിക്കും? 180 70 കുറച്ചാൽ 110. 110ന്റെ പകുതി 55 ഡിഗ്രി. ഇങ്ങനെ രണ്ടാമത്തേത് വരയ്ക്കാം. സെറ്റാണോ? 1 2 രീതി ഞാൻ കാണിച്ചെന്നേ. ഈക്വൽ അല്ലാത്ത സൈഡാണ് ഇവിടെ 8 സെന്റിമീറ്റർ. ഈക്വൽ അല്ലാത്ത സൈഡ് 8 സെന്റിമീറ്റർ വരുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ 70 ഡിഗ്രി വരാം, ഈക്വൽ അല്ലാത്ത ആംഗിൾ 70 ഡിഗ്രി വരാം. അങ്ങനെ രണ്ടെണ്ണം. ഇനി അടുത്ത വരയ്ക്കാൻ നോക്കിക്കോ. വരയ്ക്കാൻ നിങ്ങൾ വരയ്ക്കണ്ട, എത്ര എണ്ണം വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. എല്ലാവരും ശ്രദ്ധിച്ചേ. ഈക്വൽ ആയിട്ടുള്ള സൈഡ് 8 സെന്റിമീറ്റർ. ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആവണമെന്നാണ് പറഞ്ഞത്. അത് ഈക്വൽ ആയിട്ടുള്ള സൈഡ് 8 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ മക്കൾ നോക്ക്, ഈ ആംഗിൾ 70 ഡിഗ്രി, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ 70 ഡിഗ്രി എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 70 40 ഡിഗ്രി. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ടൈപ്പ്. ഓക്കെ, ഇനി ഈക്വൽ ആയിട്ടുള്ള ആ ആംഗിൾസ് തമ്മിൽ ഉള്ള, ശ്രദ്ധിച്ചേ, സൈഡിന്റെ നീളം മാറ്റുന്നില്ല, 8 സെന്റിമീറ്റർ. അതിനിടയിലുള്ള ആംഗിൾ 70 ഡിഗ്രി. അങ്ങനെ നാലാമത്തേത് നോക്കിക്കോ. ഇവിടെ ഈക്വൽ സൈഡ്സ് 8 സെന്റിമീറ്റർ വരുന്ന രീതിയിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഈക്വൽ സൈഡ്സ് 8 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ആംഗിൾ 70 ഡിഗ്രി ആയിട്ടുള്ള 2 ട്രയാങ്കിൾസ് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഈക്വൽ അല്ലാത്ത സൈഡാണ് 8 സെന്റിമീറ്റർ വരച്ചത്. അങ്ങനെ രണ്ടെണ്ണം. ടോട്ടൽ എത്ര രീതിയിൽ വരയ്ക്കാം? അപ്പോൾ 4 രീതിയിൽ നമുക്ക് ട്രയാങ്കിൾസ് വരയ്ക്കാം. 4 രീതിയിൽ. അപ്പോൾ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? 4 എണ്ണം വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമ്മളിതാ സ്ക്വയർ ഐഡന്റിറ്റീസിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവാണ്. ഓക്കെ, സ്ക്വയർ ഐഡന്റിറ്റീസിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ചോ.
ഇവിടെ 24 എന്ന് പറയുന്ന നമ്പറിനെ 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എഴുതാം. അതുപോലെ 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എഴുതാം. അതായത് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചുതരാം. 24 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ നോക്കിക്കോ. 24 എന്ന് പറയുന്നത് 4 ഇൻറ്റു 6 ആണ്. ശരിയല്ലേ? 4 ഇൻറ്റു 6 ആണോ അല്ലയോ? ഇതിനെ നമുക്ക് എന്ത് ചെയ്താം? 4 ഇൻറ്റു 6 ഇൻറ്റു 1. നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി ആണ് മക്കളെ. നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി ആണ് 4xy എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ 4 ഇൻറ്റു 6 ഇൻറ്റു 1 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 6, വൈന്റെ സ്ഥാനത്ത് 1. സോ 6 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 6 മൈനസ് 1 ഹോൾ സ്ക്വയർ. 6ഉം 1ഉം കൂടെ കൂട്ടിയാൽ 7 സ്ക്വയർ മൈനസ് 6 എന്ന് 1 കുറച്ചാൽ 5 സ്ക്വയർ. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. ഇവിടുത്തെ ഒന്നാമത്തെ രീതി. ഇതുപോലെ 24നെ 6നെ 6 ഇൻറ്റു 1 എന്ന് എഴുതാം. അതിന് പകരം 6നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? 3 ഇൻറ്റു 2. സോ നമുക്ക് എന്ത് ചെയ്താം? 24 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 6. 6ന് പകരം എന്ത് കൊടുത്തു? 3 ഇൻറ്റു 2. ഓക്കെ, 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇങ്ങനെ എഴുതാം 24നെ. അപ്പൊ നമുക്ക് നോക്ക്, 4 ഇൻറ്റു 3 ഇൻറ്റു 2. എക്സ് എന്ന് പറയുന്നത് 3, വൈ എന്ന് പറയുന്നത് 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 3 പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 3 മൈനസ് 2 ഹോൾ സ്ക്വയർ. 3 2 കൂടെ കൂട്ടിയാൽ 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, 24 മുതലുള്ള 8ന്റെ മൾട്ടിപ്പിൾസിനെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിനെ ആൾജിബ്രായിക്കലി നമ്മളോട് പറയുകയാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ബീജഗണിതം ഉപയോഗിച്ചിട്ട് വിശദീകരിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നോ? 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്താം? 8n എഴുതാം. എന്ത് ചെയ്താം? 8n. ഈ എഴുതിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? 8n. അതിന് എനിക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 2n എന്ന് എഴുതാം. ശരിയല്ലേ? 8n ആണ് 8ന്റെ ഗുണിതം. 8n എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതാണ് 8ന്റെ ഗുണിതം. ഇവിടെ നിങ്ങൾക്ക് കാണാം 24, 32, 40 ഇതെല്ലാം 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ അതിനെ നമുക്ക് 8n എന്ന് എഴുതാം. 4 ഇൻറ്റു 2n. ഈ 4 ഇൻറ്റു 2n നമുക്ക് രണ്ട് രീതി എഴുതാം. എല്ലാവരും ശ്രദ്ധിച്ചോ. 4 ഇൻറ്റു 2n ഇൻറ്റു 1 എന്ന് എഴുതാം. അപ്പൊ എക്സ് ആയിട്ട് 2n, വൈ ആയിട്ട് 1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2n പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 2n മൈനസ് 1 ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇത് ഈ ഫോമിൽ വരും. ഓക്കെ, അതേസമയം ഈ 2n എന്നുള്ളതിനെ നമുക്ക് ശ്രദ്ധിച്ചോ, 8n എന്ന് പറയുന്നത് 4 ഇൻറ്റു 2 ഇൻറ്റു n. ഇതിൽ കൂടെ 4 ഇൻറ്റു 2 ഇൻറ്റു n. അഥവാ n വലിയ നമ്പർ ആകുമ്പോൾ 4 ഇൻറ്റു n. 4n-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ശരിയല്ലേ? 4 ഇൻറ്റു n ഇൻറ്റു 2. സെറ്റാണോ? 4 ഇൻറ്റു n ഇൻറ്റു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു n പ്ലസ് 2. n ആണ് എക്സ്, വൈക്ക് പകരം 2. n പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് n മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് എന്താണ്? 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 8n. അതിനെ 4 ഇൻറ്റു 2n ഇൻറ്റു 1 എന്ന് എഴുതാം, 4 ഇൻറ്റു n ഇൻറ്റു 2 എന്ന് എഴുതാം. അങ്ങനെ രണ്ട് മെത്തേഡിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിന്റെ ബേസിക് എന്ന് പറയുന്നത് 4xy is equal to x plus y whole square minus x minus y whole square. അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പാറ്റേൺ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ഒരു
പാറ്റേൺ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 15 എന്ന് പറയുന്ന നമ്പറിനെ നിങ്ങൾ നോക്കിക്കേ. 15 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ നേടുന്നുണ്ട്, 4 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ നേടുന്നുണ്ട്. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് numbers 15, 21, 35 can be written as product of two factors. 15നെ ഏതൊക്കെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം? 15നെ നിങ്ങൾക്ക് 3 × 5 എഴുതാം, 1 × 15 എഴുതാം. ശരിയല്ലേ? രണ്ട് രീതി അല്ലേ? അതേപോലെ 21 ആണെങ്കിൽ 21 × 1 എഴുതാം, അതേസമയം 7 × 3 എഴുതാം. 21 × 1 എഴുതാം, അതേപോലെ 7 × 3 എഴുതാം. ഇനി അടുത്തത് ഇവിടെ 35 ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 5 എഴുതാം, അതേപോലെ 35 × 1 എഴുതാം. ശരിയല്ലേ? സിമ്പിൾ. ഇനി find two more numbers of this type which can be written as the difference of two perfect squares in two different ways. ഇങ്ങനെ എഴുതാൻ പറ്റുന്ന വേറെയും 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അതിന് ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഏത് ഐഡന്റിറ്റി ആണെന്നറിയോ? അപ്പോൾ 27 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, 27നെ നിങ്ങൾക്ക് 27 × 1 എഴുതാം, അതേപോലെ 27നെ നിങ്ങൾക്ക് 9 × 3 എഴുതാം. എഴുതിക്കൂടെ? ഇങ്ങനെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ പറ്റുന്ന നമ്പറാണ് 27. മറ്റ് 2 സംഖ്യകൾ കണ്ടുപിടിക്കുക. ഓക്കെ, 27നെ 27 × 1 എന്ന് എഴുതാം, അതേപോലെ നിങ്ങൾക്ക് എന്ത് എഴുതാം? 9 × 3. അതേപോലെ 33 ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 11 × 3 എന്ന് എഴുതാം, 33നെ 33 × 1 എന്ന് എഴുതാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല. 2 നമ്പർ തമ്മിൽ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സും മറ്റേത് വൈയും ആണെങ്കിൽ എക്സ് വൈ നിങ്ങൾ കാണാൻ ഒരു ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഐഡന്റിറ്റി? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് x + y/2 ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ഹോൾ സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റി മക്കൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പഠിച്ച സാധനം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നോക്കിക്കോ, ആദ്യത്തെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ 27ഉം 1ഉം കൂടെ കൂട്ടുക. ഓക്കെ, 27 കണ്ടുപിടിക്കാൻ നോക്കിക്കേ. 27 × 1 that is equal to 27 + 1 / 2 ഹോൾ സ്ക്വയർ മൈനസ് 27 1 കുറയ്ക്കുക, പകുതി എടുക്കുക, സ്ക്വയർ എടുക്കുക. ഇതാണ് പരിപാടി. സിമ്പിൾ. നോക്കിക്കോ, 27നെ നമുക്ക് എന്ത് എഴുതാം? 27 1 കൂടെ കൂട്ടിയ 28. 28ന്റെ പകുതി എത്രയാ? 14 സ്ക്വയർ മൈനസ് 26/2 സ്ക്വയർ. നമുക്ക് കിട്ടും 14 സ്ക്വയർ മൈനസ് 13 സ്ക്വയർ. 14 സ്ക്വയർ മൈനസ് 13 സ്ക്വയർ. ഇനി അടുത്ത സാധനം നോക്കോ, സിമ്പിളാ. 27 നമുക്ക് എങ്ങനെ എഴുതാം? 27 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 9 × 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 9ഉം 3ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കാം. ശരിയല്ലേ? സ്ക്വയർ മൈനസ് 9ന്ന് 3 കുറച്ചിട്ട് പകുതി എടുക്കുക, സ്ക്വയർ. 9ഉം 3ഉം കൂടെ കൂട്ടിയാൽ 12ന്റെ പകുതി, അതിന്റെ സ്ക്വയർ മൈനസ് 9 3 കുറച്ചാൽ 6, 6ന്റെ പകുതി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 12ന്ന് പകുതി എടുത്താൽ 6 സ്ക്വയർ മൈനസ് 6ന്റെ പകുതി 3 സ്ക്വയർ. 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റുന്നതിന്റെ കാരണം മൂന്നാമത്തെ ചോദ്യം, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പൊതുതത്വം എന്താണ്? ഇതിൽ നിന്ന് കിട്ടുന്ന പൊതുതത്വം എന്ന് പറയുന്നത് xy എന്ന് പറയുന്നത് x + y/2 ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ഹോൾ സ്ക്വയർ ആണ് എന്ന് നമുക്കറിയാം. ശരിയല്ലേ? ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് മൊത്തം എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ആണോ അല്ലയോ? രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത് എല്ലാം. അല്ലേ? എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്, 2n - 1. y എന്ന് പറയുന്നത് 2m - 1. ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് കാണാൻ എന്ത് ഉപയോഗിക്കാം? xy =
x plus y by 2 whole square minus x minus y by 2 whole square. ഈ ഐഡിയ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എക്സ് വൈ കാണാൻ പറഞ്ഞാൽ ഒന്ന് 2n - 1 ആണ്, മറ്റേത് 2m - 1 ആണ്. അപ്പോൾ നമുക്ക് എക്സ് വൈ, ശ്രദ്ധിച്ചേ മക്കളെ, എക്സ് വൈ ഇൻറ്റു 1 എന്നുള്ള രീതിയിലും നമുക്കിതിനെ എഴുതാൻ പറ്റും. ഓക്കെ, രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട, അത്രയ്ക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇതാണ് അതിൻ്റെ പുറകിലുള്ള ഐഡൻറ്റിറ്റി എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് അതിൻ്റെ പുറകിലുള്ള ഐഡൻറ്റിറ്റി എന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്ക്. 3 square minus 2 square is equal to 5. 5നെ 3 plus 2 എന്ന് നിങ്ങൾക്ക് എഴുതാം. 4 square minus 3 square എന്ന് പറയുന്നത് 7 ആണ്. അതിനെ 4 plus 3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിലെ നെക്സ്റ്റ് രണ്ട് ലൈൻ ഒന്ന് എഴുതാൻ പറ്റുമോ? സിമ്പിൾ. 6 square minus 5 square കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആണ്. 6ഉം 5ഉം കൂടെ കൂട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 11. ഓക്കെ, 11. അതുപോലെ 7 square minus 6 square is equal to എത്രയാണ്? 7 plus 6 that is equal to 13 ആണോ? സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ write the general principle in this as an algebraic equation. ഓക്കെ, ആൽജിബ്രായിക് ഇക്വേഷൻ ആയിട്ട് ഇതിലെ ജനറൽ പ്രിൻസിപ്പിൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചേ. തൊട്ടടുത്തുള്ള നമ്പേഴ്സാണ് തമ്മിൽ കുറയ്ക്കുന്നത്. ഒരു നമ്പർ n ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ അതിൻ്റെ സ്ക്വയർ n+1 ഹോൾ സ്ക്വയർ മൈനസ് n സ്ക്വയർ. n+1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 മൈനസ് n സ്ക്വയർ. n സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2n plus 1. ദാറ്റ് ഈസ് ഈക്വൽ ടു n പ്ലസ് തൊട്ടടുത്ത നമ്പർ n പ്ലസ് n plus 1. ഓക്കെ, സിമ്പിൾ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്താണോ കിട്ടുക അതാണ് അവരുടെ സ്ക്വയറിന്റെ വ്യത്യാസം. അടുത്തടുത്ത നമ്പറുകളുടെ സ്ക്വയറിന്റെ വ്യത്യാസം കാണാൻ ആ രണ്ട് നമ്പർ കൂട്ടിയാൽ മതി. അതായത് ഓർഡിനറി ലാംഗ്വേജിൽ എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചത്. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗത്തിന്റെ വ്യത്യാസം അവയുടെ തുകയ്ക്ക് തുല്യമാണ്. ഓക്കെ, the difference of the squares of two consecutive natural numbers equal their sum. Okay, രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? അവരുടെ തുകയ്ക്ക് തുല്യമാണ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറെ ഒറ്റ സംഖ്യകളുടെ വർഗം കണക്കാക്കി ചുവടെ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുക. അവ ശരിയാകാനുള്ള കാരണം വിശദീകരിക്കുക. ഒറ്റ സംഖ്യകളുടെ വർഗം നിങ്ങൾ നോക്കിക്കോ. 1ന്റെ സ്ക്വയർ 1 ആണ്. 3ന്റെ സ്ക്വയർ 9 ഒറ്റ സംഖ്യയാണ്. 5ന്റെ സ്ക്വയർ 25 ഒറ്റ സംഖ്യയാണ്. 7ന്റെ സ്ക്വയർ 49 ഒറ്റ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാരണം ഇവിടെ ശ്രദ്ധിച്ചോ. 2n - 1 എന്നുള്ളതാണ് ഒറ്റ സംഖ്യ. ഓക്കെ, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മക്കളെല്ലാവരും ശ്രദ്ധിച്ചോ. ഓക്കെ, 2nന്റെ സ്ക്വയർ എങ്ങനെ ഇതാ? 2n സ്ക്വയർ minus 2 into 2n into 1 plus 1 square. That is 2n in the square 4n square minus 2 into 2n into 1. 2 into 2n into 1. That is 4n plus 1.
4n സ്ക്വയർ മൈനസ് 4n പ്ലസ് 1. ഇതൊക്കെ 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 4n സ്ക്വയർ ആണെങ്കിലും 4n ആണെങ്കിലും അതിനെ 4n സ്ക്വയറിന് 2നെ ഞാൻ പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു 2n സ്ക്വയർ, അതാണ് 4n സ്ക്വയർ. 2 ഇൻറ്റു 2n ആണ് 4n പ്ലസ് 1. ശരിയല്ലേ? ഇനി ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ സ്ക്വയറിന്റെ ഇരട്ടിയിൽ നിന്ന് ആ നമ്പറിന്റെ ഇരട്ടി കുറച്ചാൽ നിങ്ങൾ കിട്ടുന്ന ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും. ആ എണ്ണൽ സംഖ്യ നമ്മൾ 2m എന്ന് എടുക്കുന്നു. 2m പ്ലസ് 1, അതായത് 2m എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയോട് 1 കൂട്ടിയാൽ കിട്ടുന്ന എന്തായിരിക്കും? ഒറ്റ സംഖ്യ. ശരിയല്ലേ? അതൊരു ഒറ്റ സംഖ്യയാണ്. Which is an odd number. Okay, which is an odd number. അതൊരു ഒറ്റ സംഖ്യയാണ്. സെറ്റാണോ? Which is an odd number. അതൊരു ഒറ്റ സംഖ്യയാണ്. അതൊരു ഒറ്റ സംഖ്യയാണ്. അതിൽ നോ ഡൗട്ട്. ഇനി ഒറ്റ സംഖ്യയുടെ വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 എന്നതാണ് തെളിയിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഒറ്റ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? 2n മൈനസ് 1 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് ആണോ? അല്ല, മൈനസ് 2 ഇൻറ്റു 2n ഇൻറ്റു ബ്രാക്കറ്റിനകത്തുള്ള മറ്റേ നമ്പർ 1 പ്ലസ് 1 സ്ക്വയർ. That is equal to 4n square minus 4n plus 1. Okay. ഇതിനെ 4 ഇൻറ്റു n സ്ക്വയർ മൈനസ് n എന്ന് ഇതിൽ കൂടെ ഇതിൽ 4 ഉണ്ട്, ഇതിൽ 4 ഉണ്ട്, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 4 ഇൻറ്റു n സ്ക്വയർ മൈനസ് n പ്ലസ് 1. n സ്ക്വയർ മൈനസ് n നമുക്ക് എന്ത് ചെയ്താം? 4m പ്ലസ് 1. ഈ n സ്ക്വയർ മൈനസ് n എന്നുള്ളതിന് പകരം നമ്മൾ എന്തെടുത്തു? m എന്നെടുത്തു. സിമ്പിൾ. അതായത് 4ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടണം. അതായത് 1 ഈസ് ദ റിമൈൻഡർ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. 1 ഈസ് ദ റിമൈൻഡർ, അഥവാ ശിഷ്ടം 1 ആണ്. ഓക്കെ, അല്ലെങ്കിൽ മിച്ചം. ശിഷ്ടം എന്ന് പറയണ്ട, നിങ്ങൾ മിച്ചം എന്ന് പറഞ്ഞു. മിച്ചം ബാക്കി വരുന്നത് 1 ആണ്. 4m പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതത്തിനോട് 1 കൂട്ടുന്നു. അതായത് 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആണ്, മിച്ചം 1 ആണ്. ഇനി കൃത്യമായിട്ട് എൻ്റെ മക്കളെ ശ്രദ്ധിച്ചിരുന്നോ? കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഏത് ഒറ്റ സംഖ്യയുടെ വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണ്. ഒറ്റ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ സ്റ്റെപ്പ് വരെ നമുക്ക് ഓക്കെ ആണ്. 4 ഇൻറ്റു n സ്ക്വയർ മൈനസ് n പ്ലസ് 1. നോക്കിക്കേ, സോറി, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കൃത്യമായിട്ട്. 8 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. 8 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഒറ്റ സംഖ്യയുടെ വർഗം ഒറ്റ സംഖ്യയാണ്. ഓക്കെ, ഒരു എല്ലാവരും ശ്രദ്ധിച്ചോ. 4 ഇൻറ്റു n സ്ക്വയർ മൈനസ് n. ഇതിൽ നിന്ന് n സ്ക്വയറിൽ നിന്ന് ഇതിലും n ഉണ്ട്, ഇതിലും n ഉണ്ട്. n കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തു. 4n n സ്ക്വയർ ആക്കാൻ n കൊണ്ട് ഗുണിക്കണം. ശരിയല്ലേ? n കിട്ടണമെങ്കിൽ n എന്തുകൊണ്ട് ഗുണിക്കണം? 1 കൊണ്ട് ഗുണിക്കണം. സോ 4n ഇൻറ്റു n മൈനസ് 1 പ്ലസ് 1. ആലോചിച്ച് നോക്കും മക്കളെ. ഒറ്റ കാര്യം, ഇത് ലോജിക്കാ. ഒരു നമ്പറും അതിന്റെ തൊട്ട് പിന്നിലുള്ള നമ്പറും. ഈ നമ്പർ ഇരട്ട സംഖ്യ ആണെങ്കിൽ തൊട്ട് പിന്നിലുള്ള നമ്പർ ഒറ്റ സംഖ്യ ആയിരിക്കും, അല്ലേ? ഇത് ഒറ്റ സംഖ്യ ആണെങ്കിൽ ഇപ്പുറത്തുള്ളത് ഈവൻ നമ്പർ ആയിരിക്കും. അടുത്തടുത്തുള്ള 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1ഉം 2ഉം 2ഉം 3ഉം 3ഉം 4ഉം 4ഉം 5ഉം ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടിയ ഇരട്ട സംഖ്യയാണ്, അല്ലേ? അടുത്തടുത്തുള്ള 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇരട്ട സംഖ്യ കിട്ടും. സോ 4 ഇൻറ്റു 2m പ്ലസ് 1, അതായത് 8m പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. 8m പ്ലസ് 1, അതായത് 8ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 കൊണ്ട് ഹരിക്കുമ്പോൾ
ശിഷ്ടം എന്ന് പറയുന്നത് 1 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 എന്ന് നമുക്ക് എഴുതി വെക്കാം. സെറ്റാണല്ലോ. 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ 20 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 4 into ശ്രദ്ധിച്ചേ 5 into 1 എന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ അതെന്താണ്? 6 സ്ക്വയർ മൈനസ് ഡാഷ് സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന്റെ സ്ക്വയർ ആണ്. 6 സ്ക്വയറിൽ നിന്ന് ഒരു നമ്പർ കുറച്ചാൽ 6 സ്ക്വയർ മൈനസ് ഡാഷ്, ഈ ഡാഷിൽ വരുന്ന നമ്പർ ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ലൈവ് ഉള്ളതാണ്, ആ ലൈവ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. എക്സാം നിങ്ങൾക്ക് സിമ്പിളായിരിക്കും.